ഈ കേന്ദ്ര ബജറ്റ് ഇറങ്ങിയപ്പോൾ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നത് എല്ലാം ബീഹാറിന് വാരിക്കോരി കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല നമുക്കറിയാം അതാത് ധനമന്ത്രിമാർ അവരുടെ സംസ്ഥാനങ്ങളെ കൂടുതലായി പരിഗണിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയം കണക്കിലെടുത്തുകൊണ്ട് വിവേചനം കാണിക്കുന്നു എന്നൊക്കെ. പക്ഷേ ഈ ബജറ്റിൽ താങ്കൾക്ക് നേരെ ചെറിയൊരു ആക്ഷേപം ഉണ്ടല്ലോ. കൊല്ലത്തോട് താങ്കൾ കാണിക്കുന്ന ഒരു അമിത സ്നേഹം, വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ഈ വികസന ട്രയാങ്കിൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു അല്പം കൂടുതൽ സ്നേഹം സ്വന്തം ജില്ലയോട് ധനമന്ത്രി ഈ ബജറ്റിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷേപമാകുമോ? അങ്ങനെ പ്രത്യേക സ്നേഹം കാണിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലൊരു ആക്ഷേപമാവില്ല. കാരണം അങ്ങനെ പ്രത്യേക സ്നേഹം ഒരു ജില്ലയോടെയും കാണിക്കുന്നില്ല. കണക്കുകൾ എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായി ഓരോ സ്ഥലത്തുമുള്ള കാര്യങ്ങൾ കാണാം. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ എന്ന് പറയുന്നത് അതൊരു വേണേ അതിനകത്ത് പറയാം. വിഴിഞ്ഞം, ആറ്റിങ്ങൽ, കൊല്ലം, കൊട്ടാരക്കര, പുനലൂർ, പിന്നെ ചടയമംഗലം, കടക്കൽ, കിളിമാനൂർ, അങ്ങനെ പറയാം. ഇത് കൊട്ടാരക്കര എന്ന് വേണേൽ പറയാം, കാരണം എൻ്റെ മണ്ഡലം കൂടെ ആണല്ലോ വിഴിഞ്ഞം. ഇതെല്ലാം അടങ്ങുന്ന, ഈ മേഖലയെല്ലാം അടങ്ങുന്ന ഒരു വലിയ ഗ്രോത്ത് സെൻറ്റർ വരും. അതിനപ്പുറത്തേക്കും പത്തനംതിട്ടയിലേക്കും ആലപ്പുഴയിലേക്കും വരെ നീളുന്ന ഒരു വലിയ ഗ്രോത്ത് സെൻറ്റർ ആയിരിക്കും. എന്ന് മാത്രമല്ല കേരളത്തിലാകെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. പിന്നെ പണം ചിലവാക്കുന്നതും മറ്റു കാര്യങ്ങൾ ചിലവാക്കുന്നതും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വലിയ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന മധ്യ കേരളത്തിൽ, ഇപ്പോൾ കൊച്ചിയും ചുറ്റുപാടുമുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് നമുക്ക് പിന്നെ ആരെങ്കിലും വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റുമോ? കോഴിക്കോട് മേഖലയിലും പാലക്കാട് മേഖലയിലും ഇപ്പോൾ ഒറ്റ ഗിഫ്റ്റ് സിറ്റിയുടെ ഒറ്റ പ്രോഗ്രാമിന് മാത്രം 200-200 കോടി രൂപയാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഗ്രോത്ത് വരിക എന്നുള്ളതാണ്. കണ്ണൂർ IT പാർക്കിൻ്റെ 232 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം IT പാർക്കിൻ്റെ അംഗീകരിച്ചത്. ഇതേപോലെ നാഷണൽ ഹൈവേയുടെ മാത്രമല്ല, തീരദേശ ഹൈവേയുടെ പദ്ധതിക്കകത്ത് കുറേയേറെ പരിപാടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നല്ലതുപോലെ ഡെവലപ്മെൻറ്റ് വരിക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പുതിയ ഇൻഡസ്ട്രീസ് രംഗത്ത് വന്നേക്കുന്ന പിന്നെ IT മേഖലയിലും മറ്റേ ഫുഡ് പ്രോസസ്സിങ് പല മേഖലയിൽ വന്നേക്കുന്ന ചെറുപ്പക്കാരുടെ കുറച്ച് പേരുകൾ ഞാൻ പരാമർശിച്ചു. അവർ മാത്രമല്ല ഉള്ളത്, എങ്കിൽ പോലും അവരുടെ പരാമർശിക്കാൻ കാര്യം ഏറ്റവും റിമോട്ടായ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും ചെറുപട്ടണങ്ങളിൽ പോലും ഇങ്ങനെ പുതിയ സംവിധാനങ്ങൾ വരുന്നു. അതുമാത്രമാണ് അതിനകത്ത് വന്നേക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമല്ല. ഈ പറഞ്ഞ തുകയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു സ്ഥലത്തായിട്ടൊരു കാര്യം വരത്തില്ല. പിന്നെ ഇപ്പം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, അപ്പോൾ എൻ്റെ പ്രദേശമായിട്ടുള്ള കൊല്ലത്തുൾപ്പെടെ എല്ലാ സ്ഥലത്തും ധാരാളം കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ അടുത്ത വർഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൽ ആരംഭിക്കും. അതിനുവേണ്ടിയിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഡെവലപ്മെൻറ്റ് വരാനാണ്. തിരുവനന്തപുരവും കോഴിക്കോടും മെട്രോ റെയിൽ വേണം. ആദ്യം തന്നെ അടുത്ത വർഷം തിരുവനന്തപുരത്ത് വിഴിഞ്ഞം വരെയെങ്കിലും നീളുന്ന മെട്രോ റെയിലിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങും. ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് എടുക്കുന്നത്. പിന്നെ ഇത് ഈ പറഞ്ഞതിനകത്ത് വേറെ അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.